ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടതും തട്ടുകടയിലെ മെയിൻ വിഭവമായ കപ്പയും മുട്ടയാണ്. സാധാരണ എല്ലാവർക്കും തട്ടുകടയിലെ കപ്പയും മുട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് ഉണ്ടാക്കുന്ന ഒരു രീതി തന്നെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ടേസ്റ്റ് തരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കപ്പയും മുട്ട ഉണ്ടാക്കാൻ പോണത് അതേ തട്ടുകട സ്റ്റൈലിൽ തന്നെയാണ്. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കപ്പ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത കപ്പ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 700 ഗ്രാം കപ്പ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അതേപോലെ ചേർത്ത് കൊടുക്കുന്ന വെള്ളം തിളച്ച വെള്ളമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബോയിലായിട്ട് കിട്ടും. ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 85% കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ വേവിക്കാൻ വെച്ചിട്ട് അല്പസമയമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ കപ്പ ഒരു 85% വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് വെള്ളമൊക്കെ ഊറ്റി മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ഒരു പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 4 മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗൊക്കെ അത്യാവശ്യത്തിന് കുക്ക് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അടുത്തായിട്ട് ഇതേ പാത്രത്തിലേക്ക് തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഗാർലിക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് പൊടിയായിട്ട് കൊത്തി അരിഞ്ഞത്, മീഡിയം സൈസ് ഒരു സബോള ചെറുതായി നുറുക്കിയെടുത്തത്, ഒരു തണ്ട് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് സ്റ്റവിന്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത സബോളൊക്കെ ഒരുപാടൊന്നും വഴറ്റിയെടുക്കണ്ട, അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഏകദേശം ഈ ഒരു പരുവാകുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണക്ക് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. അല്പം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ മതി. ഈ സമയത്ത് ഇതിലേക്ക് വെള്ളം ചേർക്കാൻ കാരണം നമ്മൾ ഈ കപ്പയൊക്കെ ചേർക്കുന്ന സമയത്ത് ഈ മസാലയൊക്കെ കപ്പയിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയാണ്. തട്ടുകടയിൽ നിങ്ങൾക്ക് കണ്ടറിയാം, ഈ സമയത്ത് അവർ എന്തെങ്കിലും ഇറച്ചി വെച്ചിട്ട് ഗ്രേവി ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് മിക്സ് ചെയ്യണ കാണാം. അതിന് പകരമായിട്ടാണ് കുറച്ച് ലിക്വിഡ് ആക്കാനായിട്ട് അല്പം വെള്ളം ചേർത്തത്. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കപ്പയുടെ പകുതി ഒന്ന് ഉടച്ചു കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ സമയത്തൊന്ന് നന്നായിട്ടൊന്ന് കുത്തി ഉടയ്ക്കാം. ഞാനിവിടെ കയ്യിലുകൊണ്ട് കുത്തുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് വേണമെങ്കിൽ എടുക്കാം. തട്ടുകടയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഗ്ലാസ് ഉപയോഗിച്ചാണ് കപ്പയൊക്കെ വളരെ സിമ്പിളായിട്ട് അവർ ഉടച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പകുതി കപ്പയോളം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ചിക്കി മാറ്റി വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ആവി പറക്കേണ്ട പോലത്തുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും. പിന്നെ നിങ്ങൾ എടുത്തുന്ന പാത്രത്തിനനുസരിച്ച് വേണം ഈ സ്റ്റവിൻ്റെ ഫ്ലെയിമൊക്കെ ഈ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കപ്പയും മുട്ടയും ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം സബോള ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള കപ്പയും മുട്ടയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് പാർത്താം. അപ്പോൾ നമ്മുടെ തട്ടുകട സ്പെഷ്യൽ കപ്പയും മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ ആർ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.